നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച തന്നെ ആ വിഷയം പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹുവിന്റെ മകനായ ഗർഭലയിൽ പങ്കെടുക്കാത്ത സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ അൻവറിന്റെ മകളാണ് ആര്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. മഹദിയല്ലേ? ആരാ? ഒരൊറ്റ മസാല കണ്ടുപിടിക്കാൻ വേണ്ടി 300 വട്ടം ഖുർആൻ ഓതിയ ആളാണ് ആര്? ഇമാമുന ശാഫിഈ. എങ്ങനെ? ഒരു മസാല കണ്ടുപിടിക്കാൻ വേണ്ടി 300 വട്ടം ഖുർആൻ ഓതിയ ആളാണ് ഇമാമുന ശാഫിഈ. ലക്ഷക്കണക്കിന് മസാല കണ്ടുപിടിച്ച ആളാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 7ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സിൽ ഹദീസിന്റെ കിതാബ് മനഃപ്പാഠമാക്കിയ ആളാണ് ഇമാമുന ശാഫിഈ. 15ാമത്തെ വയസ്സിൽ ഖാദി ആയ ആളാണ് ഇമാമുന ശാഫിഈ. ഖാദിയെ കിട്ടാത്തതുകൊണ്ടല്ല, വക്കീഇനെയും മാലിക്കിനെയും നാഫിഇനെയും പോലെ ലോകം കണ്ട ഖാദിയമാരുണ്ടായ കാലഘട്ടത്തിലാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 15ാമത്തെ വയസ്സിൽ ഖാദിയായി, മുഫ്തി. 15ാമത്തെ വയസ്സിൽ നമ്മൾ മുഫ്തിനാവും. ഒരു നൂനും കൂടി അവിടെ കൂട്ടണം. ഫിത്ന ഉണ്ടാക്കുന്ന ആൾ എന്ന് അർത്ഥം. മുഫ്തി അല്ല, മുഫ്തിനാണ് നമ്മളാവുക. അതാണ് ഇമാമുന ഷാഫി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ത് രോഗം ഉണ്ടായാലും നേരെ പറഞ്ഞയച്ചിരുന്നത് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അടുത്തേക്ക്.